നമ്മുടെ ജീവിതത്തിലെ സുഖവും സന്തോഷവും കടന്നു വരാൻ ഈ പറയാൻ പോകുന്ന ഒരു വഴി നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എല്ലാവിധ സുഖവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നുള്ളതാണ്. ആ ഒരു അമല്, ആ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്നും സന്തോഷമായിരിക്കും. അത് കാരണമായിട്ട് അള്ളാഹുവിൻ്റെ പ്രത്യേക സലാമത്ത്, രക്ഷ, അള്ളാഹുവിൻ്റെ കാരുണ്യം ഒക്കെ കിട്ടാൻ അതൊരു വലിയ കാരണമായി തീരും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഏതാണ് ആ കാര്യമെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലൂടെ പഠിക്കാം. ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ 10 ലക്ഷം നന്മകൾ എഴുതപ്പെടുന്ന അത്ഭുതത്തിൻ്റെ കലവറ നിറഞ്ഞ ഒരു ദിക്ർ നമുക്ക് പഠിച്ചാലോ പ്രിയപ്പെട്ടവരെ? അതിൻ്റെ മറ്റൊരുപാട് നേട്ടങ്ങളും ഉണ്ട്. 10 ലക്ഷം തിന്മ പൊറുക്കപ്പെടും, ചെറിയ പാപങ്ങൾ. അതുപോലെ 10 ലക്ഷം പദവി അള്ളാഹു തആല ഉറപ്പ് നൽകിയിരിക്കാൻ 10 ലക്ഷം പദവി ഉയർത്തുന്നു. അതുപോലെ തന്നെ സ്വർഗം ഉറപ്പായി തരും അള്ളാഹു സുബ്ഹാനഹു വ തആല. ഈ ദിക്ർ നിലനിർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം അവന് നിർബന്ധമായിരിക്കുന്നതാണ് എന്നുള്ളതാണ്. അത്രയേറെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ആ ദിക്ർ ഏതാണെന്ന് നമുക്ക് പഠിച്ചാലോ? ഈ 2 കാര്യങ്ങളാണ് വളരെയേറെ ഉപകാരപ്പെടുന്ന. ഈ 2 കാര്യങ്ങളാണ് ഇന്നത്തെ 10 മിനിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു നമ്മളെയൊക്കെ ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായിട്ട് കാണുക. വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹു നമ്മളെയൊക്കെ ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ, യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സുഖം വേണമെന്നും സന്തോഷം വേണമെന്നും എപ്പോഴും സമാധാനം വേണമെന്നും ആഗ്രഹിക്കാത്തവരായ ഒരാളും തന്നെ ഉണ്ടാവില്ല. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം ഒരു സമാധാനത്തിൻ്റെ ഗേഹമാണ്. സമാധാനം മാത്രം പഠിപ്പിച്ചു തരുന്ന മതമാണ് പുണ്യമാക്കപ്പെട്ട ഇസ്ലാം. അതിൽ വയലൻസ് ഇല്ല, അക്രമമില്ല, ദീനിലേക്ക് കടന്നു വരാൻ നിർബന്ധിപ്പിക്കലില്ല, പ്രേരണകളില്ല. നമ്മുടെ ഇസ്ലാമിനകത്തുള്ള നല്ല നല്ല നന്മകൾ മാത്രം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർ മതി പുണ്യമാക്കപ്പെട്ട ദീനിൽ. ആരെയും നിർബന്ധിച്ചു കടത്തിക്കൊണ്ട് വരേണ്ട മതമല്ല. അങ്ങനെ പഠിപ്പിക്കുന്ന മതത്തിൽ ജീവിക്കുന്ന അനുയായികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ സമാധാനം വേണം, അല്ലേ? സന്തോഷം വേണം, സുഖങ്ങൾ വേണം, അനുഗ്രഹങ്ങൾ വേണം, സർവ ബലാകളിൽ നിന്നും രക്ഷ അള്ളാഹു തരണം എന്ന് കൊതിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ഏതാണ് ആ കാര്യമെന്ന് പറഞ്ഞു തരട്ടെ? പുണ്യമാക്കപ്പെട്ട സലാം പറയുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഗൗരവമില്ലാതെ കാണുന്ന, ഒരു പ്രാധാന്യം കൊടുക്കാതെ കാണുന്ന ഒരു കാര്യമാണ് സലാം പറയൽ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഗൗരവം കൊടുക്കാറില്ല. സലാം പറയലിന് നമ്മൾ പലപ്പോഴും ഇമ്പോർട്ടൻ്റ് കൊടുക്കാറില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുകയാണ്, പുണ്യമാക്കപ്പെട്ട സലാമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ സലാം പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹബീബായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയോ? അത് അള്ളാഹുവിൻ്റെ സർവമാന സമാധാനവും സംരക്ഷണവും കാവലും ആ സലാം പറയുന്നതിലൂടെ അള്ളാഹു തരും എന്നുള്ളതാണ്. ഒരുപാട് മഹത്വമുണ്ട് സലാം പറയുന്നതിൽ. സലാം പറയൽ സുന്നത്താണെങ്കിലും കേൾക്കുന്ന ആള് സലാം പറഞ്ഞ ആളിനോട് തിരിച്ചു സലാം മറുപടി പറയൽ, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയൽ, അത് വളരെ ഫർളായ കാര്യമാണ്, വാജിബാണ്, നിർബന്ധമായ കാര്യമാണ്. ഒരാൾ സലാം പറഞ്ഞിട്ട് തിരിച്ച് സലാം മടക്കാതിരുന്നാൽ അത് വലിയ കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സലാം പറയുന്നത് വലിയ കൂലിയുള്ള, പുണ്യമുള്ള ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ലിയുസല്ലിമ റാക്കിബു അലൽ മാഷി വൽ മാഷി അലൽ ഖായിദ്. യാത്രയിൽ സഞ്ചരിക്കുന്നവൻ, വാഹനത്തിൽ സഞ്ചരിക്കുന്നവൻ നടന്നു പോകുന്നവനോട് സലാം പറയാൻ, നടന്നു പോകുന്നവൻ ഇരിക്കുന്നവനോട് സലാം പറയും. ഇങ്ങനെ ഓരോരോ നിയമങ്ങൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം പറയുന്ന വിഷയത്തിൽ നൽകുന്നുണ്ട്. നമ്മൾ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ ആ വീട്ടിലുള്ളവരോട് ആദ്യം സലാം പറയുക. അങ്ങനെ സലാം പറഞ്ഞാൽ ആ വീട്ടിൽ ബറക്കത്ത് ലഭിക്കുമെന്ന് മഹാരഥന്മാർ സ്വാലിഹീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ. വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ്, അപ്പോഴും വീട്ടിലുള്ളവരോട് സലാം പറയാം. വീട്ടിലേക്ക് കടന്നു വരുമ്പോഴും സലാം പറയണം,
വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും സലാം പറയണം. അങ്ങനെ സലാം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ആ വീട്ടിന് വലിയ കാവലാണ്. ആ സലാം പറഞ്ഞ ആളിനും സലാം പറയപ്പെട്ട ആളിനും വലിയ കാവലാണ്. അത് കാരണമായിട്ട് ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നൽകുന്നതാണ് എന്നുള്ളതാണ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാമിൻ്റെ മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവർ മത്സരിക്കുമായിരുന്നു പരസ്പരം സലാം പറയാൻ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കുഞ്ഞു മക്കളോട് സലാം പറയായിരുന്നു. ചെറിയ മക്കളോട് എപ്പോഴും സലാം പറയായിരുന്നു. എന്താ കാരണം എന്നറിയോ? ചെറിയ മക്കളോട് ഇങ്ങനെ സലാം പറയുമ്പോൾ അവരുടെ മടക്കൽ, ഒരു കുഞ്ഞു മക്കളാണല്ലോ, കുഞ്ഞു മനസ്സിൻ്റെ പാപമെന്തെന്നറിയാത്ത തെറ്റെന്തെന്നറിയാത്ത പളുങ്ക് മനസ്സിൻ്റെ ഉടമകളായ പൊന്നോമന മക്കള് തിരിച്ച് സലാം അടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവരുടെ സലാമിനൊരു പ്രത്യേക ബറക്കത്ത് ഏതായാലും അള്ളാഹു അവരുടെ സലാം സ്വീകരിക്കും. അത് കാരണമായിട്ട് അതിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്കും ഒന്ന് ചേരുമെന്ന കൊതിയോടെ സലാം പറയുമായിരുന്നു മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ ഈ കാര്യം, ഈ സലാം പറയുന്ന പ്രവൃത്തി പ്രിയപ്പെട്ടവരെ പലപ്പോഴും അതിൻ്റെ മഹത്വം മറന്നു പോകുന്നത് കൊണ്ട് നമ്മൾ സലാം പറയാൻ മടി കാണിക്കും. ഉമ്മയോട് സലാം പറയാൻ മടി കാണിക്കും, ഉപ്പയോട് സലാം പറയാൻ, വീട്ടിൽ കയറി വരുമ്പോൾ പ്രിയപ്പെട്ടവളോട്, അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കളോട് ഇങ്ങനെ സലാം പറയാൻ മടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും പാടില്ല. സലാം പറയുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഒരു വട്ടം ചൊല്ലിയാൽ 10 ലക്ഷം നന്മകൾ രേഖപ്പെടുത്തുന്ന, 10 ലക്ഷം തിന്മകൾ അള്ളാഹു പുറത്തു തരാൻ കാരണമാകുന്ന, 10 ലക്ഷം പദവികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദറജ ഉയർത്തിത്തരാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട ആ ദിക്ർ ഏതാണ് എന്ന് നമുക്ക് പഠിക്കാം. പ്രിയപ്പെട്ടവരെ, ഷോപ്പിങ്ങിന് പോകുന്നവരാണ് നമ്മളൊക്കെ. നമ്മുടെ ജീവിതത്തിൽ തിരക്കു പിടിച്ച സ്ഥലങ്ങളിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ പോകുന്നുണ്ടാകാം. നമ്മളുടെ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് പോകുമ്പോൾ, മാർക്കറ്റിലേക്ക് പോകാൻ, സാധനങ്ങൾ വാങ്ങാൻ, അരി മേടിക്കാൻ, വീട്ടു സാധനങ്ങൾ, വീട്ടുപകരണങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ധാരാളം ആളുകൾ കൂടി നിൽക്കുന്ന, തിങ്ങി നിൽക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു ദിക്ർ ആ സമയത്ത് പാരായണം ചെയ്താൽ, തിരക്ക് പിടിച്ച എല്ലാവരും മതിമറന്ന് ഇലാഹിനെ മറന്നുകൊണ്ട് അവരവരുടെ ജോലികളിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പടച്ചവനെ ഓർത്തുകൊണ്ട് ഒരു ദിക്ർ ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവനെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. 10 ലക്ഷം നന്മകൾ അവനിക്ക് രേഖപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, 10 ലക്ഷം തിന്മകൾ, അവൻ്റെ ചെറിയ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കും. 10 ലക്ഷം പദവികൾ അവനിക്ക് വേണ്ടി അള്ളാഹു ഉയർത്തിക്കൊടുക്കും എന്നുള്ളതാണ്. ഏതാണ് ആ ദിക്ർ? ഇൻഷാ അല്ലാഹ് നോക്കിക്കോളീൻ, എഴുതി വെച്ചു പഠിച്ചോളീൻ. ഇൻഷാ അല്ലാഹ് നമ്മളിനി കമ്പോളങ്ങളിലേക്ക്, കടകളിലേക്ക്, തിരക്ക് പിടിച്ച സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ എന്തുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഈ ഒരു ദിക്ർ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം നമ്മളെ കൊണ്ട് ചൊല്ലാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, വലിയ കൂലിയാണ്, വലിയ പ്രതിഫലമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതാണെന്ന് പഠിച്ചോളീൻ. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير. എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, അള്ളാഹു ഏകനാണ്, അവനിക്ക് ആരാധനയ്ക്ക് അർഹൻ മറ്റാരുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണുള്ളത്. ലാ ശരീക ലഹു, അവനൊരു പങ്കാളിയുമില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, അധികാരവും അതുപോലെ സ്തുത്യ അർഹനും എല്ലാം അവൻ തന്നെയാണ്. എല്ലാത്തിനും അധികാരമുള്ളവൻ അവനാണ്. അതുപോലെ ഹംദിൻ്റെ ഉടമസ്ഥനും അവനാണ്. യുഹീ, അവനാണ് ജീവിപ്പിക്കുന്നവൻ. വയുമീതു, അവനാണ് മരിപ്പിക്കുന്നവൻ. നമ്മൾ കാണുന്നതാണ് എത്ര ആളുകളാണ് ദിവസവും ജനിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര ആളുകളാണ് ദിവസവും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജീവിപ്പിക്കുന്നവൻ അവനാണ്, മരിപ്പിക്കുന്നവനും അവൻ തന്നെയാണ്. വഹുവ ഹയ്യുൽ ലാ യമൂത്ത്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് റബ്ബ്. ലാ യമൂത്ത്, അവന് മരണപ്പെടുകയില്ല, അവന് മരണമില്ല, അവന് മരണമില്ല, അവൻ എന്നെന്നും കാലാകാലം ജീവിച്ചിരിക്കുന്നവനാണ്. ബിയദിഹിൽ ഖൈർ, അവൻ്റെ അടുക്കലാണ് ഖൈറുള്ളത്. സർവ്വ ഖൈറും അവൻ്റെ അടുക്കൽ നിന്നുള്ളതാണ്. അവനെ കൊണ്ടാണ്, അവൻ്റെ കരങ്ങളിലാണ് ഖൈറുള്ളത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, സർവ്വ കാര്യങ്ങളെ കൊണ്ടും കഴിവുള്ളവനാണവൻ.
അവനെ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല. നിന്ന നിൽപ്പിൽ നിൽക്കുന്ന ആളുകൾ, ഒരു കുഴപ്പവുമില്ലാതെ നടന്നു പോകുന്ന മനുഷ്യർ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോകാറുണ്ട്. പലപ്പോഴും അതിന് കഴിവുള്ളവനവനാണ്. ഒരു കുഴപ്പവും കാണിക്കാത്ത രൂപത്തിൽ പല രോഗികളും നേരെയായി അസുഖം ഷിഫയായി വെന്റിലേറ്ററിൽ കിടന്ന പല ആളുകളും ജീവിതം തിരിച്ചു കിട്ടിയിട്ട് കടന്നു വന്നിട്ടുണ്ട്. എന്തേ കാരണം? അതിനും കഴിവുള്ളവനവനാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ചൊല്ലാൻ, ഈ ദിക്ർ ജീവിതത്തിൽ കൊണ്ടുവരാൻ പടച്ച തമ്പുരാൻ തൗഫീഖ് നൽകട്ടെ, സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പഠിപ്പിച്ചു തന്നതായിട്ടുള്ള ഇൽമുകൾ, അറിവുകൾ ഒക്കെ എന്നെന്നും നിലനിൽക്കുന്നതാകണം. അതിൽ നമ്മൾ എന്നും നമ്മളിത് ചൊല്ലണം. ഈ സലാം പറയുന്നതിനെ എന്നും വ്യാപിപ്പിക്കണം. ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൻ്റെ ഔറാദുകൾ എന്നും നമ്മൾ നിലനിർത്തുന്ന ദിക്റായിട്ട് മാറണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കാരണമായിട്ട് നമുക്ക് നൽകുമെന്നാണ്. നമ്മളൊക്കെ ഖൈറിൻ്റെ അഹ്ലുകാരിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനുകളിൽ ദുആ വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. അല്ലാഹുവെ പടച്ചവനെ, അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ വിഷമങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ നീ മാറ്റണേ അല്ലാ. കടങ്ങൾ, കഷ്ടപ്പാടുകൾ വീട്ടി കൊടുക്കണേ അല്ലാ. ജീവിതത്തിലുടനീളം നീ സന്തുഷ്ട, സമാധാന, സംതൃപ്തി കൊടുത്ത് സന്തോഷിപ്പിക്കണേ അല്ലാ. വആഖിറു ദഅ്വതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.